ഹലോ കൂട്ടുകാരെ, ഇന്നൊരു വാട്ടൈ ഷോപ്പിൻ്റെ ഇടയിൽ ആയാലോ? അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് പോകുന്നത് കോൾസിലേക്കാണ്. കോൾസിൻ്റെ വാതിക്കെ ചെല്ലുമ്പോൾ എത്ര ലിസ്റ്റ് എഴുതിയാലും ആകെ ഒരു കൺഫ്യൂഷനാണ്, ഇങ്ങോട്ട് പോകണം, എന്തെടുക്കണം. സോ അങ്ങനെ തപ്പിപ്പിടിക്കുകയാണ് ആദ്യം ഏത് സെഷനിൽ നിന്ന് തുടങ്ങണമെന്ന്. പൂക്കൾ കാണുമ്പോൾ അറിയാതൊരു ചായവ് വന്നാലും പിന്നെ നേരെ ആവശ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് പോയി. ആദ്യം തന്നെ ബീഫ് എടുത്തു. ഒരു 1.5 കിലോ ബീഫാണ്, ഇത് ഡൈസ്ഡാണ്, സോ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് മീൻ എടുക്കാൻ ആണ്. ബാസ എന്ന് പറഞ്ഞിട്ട് ബാസ ഫിലറ്റ് ആണ് എടുക്കുന്നത്. ബാസ എന്ന് പറഞ്ഞിട്ട് മീനാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് പ്രോൺസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. നമുക്കിതങ്ങനെ പൊളിച്ച് കിട്ടും ഡീവൈൻ ചെയ്ത്. സോ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പോകുന്നത് മുട്ടയുടെ സെഷനിലേക്കാണ്. ഇവിടെ മുട്ട ആക്ച്വലി ഓസ്ട്രേലിയ ഭയങ്കര ക്ഷാമമാണ്. അതാണ് ഒരാൾക്ക് മാക്സിമം 2 എണ്ണമൊക്കെ എടുക്കാവുള്ളൂ എന്നോട് നോട്ടീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കൂട്ട് തന്നെ നമ്മൾ തുറന്ന് നോക്കുക, എല്ലാം നല്ല മുട്ടയാണല്ലോ എന്നൊക്കെ നോക്കി കൺഫേം ഒക്കെ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എടുത്തതിൻ്റെ അകത്തിൽ 2-3 പൊട്ടലുണ്ടായിരുന്നു. സോ ഞാൻ വേറെ ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ചിക്കൻ സെഷനിലേക്കാണ്. നമ്മളൊരു ഹോൾ ചിക്കനായിട്ടാണ് മേടിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് ഫില്ലറ്റായിട്ട് അങ്ങനെ തൈസായിട്ട് അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ പോയി ചപ്പാത്തി എടുത്തു. 2 പാക്കറ്റ് ചപ്പാത്തിയാണ്, ഒരു പാക്കറ്റ് 6 എണ്ണം എന്തോ ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒനിയൻ മേടിക്കാനാണ് പോകുന്നത്. അപ്പോഴാണ് സ്വീറ്റ് പൊട്ടറ്റോ കണ്ടത്. നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങില്ലേ, അത് നല്ല മധുരക്കിഴങ്ങാണ്. അത് കഴിഞ്ഞിട്ട് ഒനിയൻ മേടിക്കാൻ പോകുമ്പം കുറേ ടൈപ്പ് ഉണ്ടെങ്കിലും ഞാൻ എടുക്കുന്ന ടൈപ്പാണ് എടുക്കുന്നത്. പിന്നീട് നമ്മുടെ നാട്ടിലെ പോലെ കാണുന്നത് ആക്ച്വലി സാലഡ് ഒനിയനാണ്. അതിട്ട് കറി വെച്ചാൽ മധുരിക്കും. അതുകൊണ്ട് മറ്റേ ഒനിയനാണ് കറിക്കൊക്കെ നല്ലത്. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ സാലഡ് സെഷനിലേക്ക് വന്നു. സാലഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പല ടൈപ്പ് സാലഡ്സ് കിട്ടും. എനിക്കിഷ്ടം ഫാമിലി കോൾസ്ലോ എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു പിസ്താഷ്യോ എടുത്തു. പിന്നെ ലോങ് ലൈഫ് മിൽക്ക്, ഇത് നമ്മുടെ ഫ്രഷ് പാൽ ഇല്ലാത്തപ്പം നമുക്ക് വെളിയിൽ സൂക്ഷിക്കാൻ പറ്റും. സോ ഫ്രഷ് പാൽ തീർന്നു പോയാൽ നമുക്കിത് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു സുൽത്താന ബ്രാൻ എടുത്തു. രാവിലെ സീരിയൽസ് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ജ്യൂസാണ് എടുത്തത്, നമ്മുടെ മാംഗോ ജ്യൂസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാൽ വേണമായിരുന്നു, നമ്മുടെ ഫ്രഷ് പാലിൻ്റെ ഏരിയ. സോ ഒരു ഫ്രഷ് പാൽ ഫുൾ ക്രീമിൻ്റെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു യോഗട്ട് മേടിക്കാനാണ് പോകുന്നത്. നമ്മൾ ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ടാണ്, നല്ല തിക്കാണ്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബില്ലിംഗ് സെഷനിലേക്ക് പോകുമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ സെൽഫ് ചെക്കൗട്ട് ഉണ്ട്. സോ എനിക്ക് ഇച്ചിരി ഏറെ സാധനം ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ വീഡിയോ എടുക്കേണ്ടതും കൊണ്ട് എനിക്ക് മടിയായിരുന്നു. അത് കാരണം ഞാൻ വിചാരിച്ചു കൗണ്ടർ വഴി പോകാമെന്ന്. അല്ലെങ്കിൽ നമുക്ക് തന്നെ പോയി ബില്ല് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് അടിച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. സോ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ കൂടി എടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന്. സോ നമ്മുടെ പണി എളുപ്പമായി, വീഡിയോയും എടുക്കാം. പാതിപ്പണി ആ ചേട്ടൻ ചെയ്തു തന്നോളല്ലോ. അങ്ങനെ ഞാൻ തിരിച്ച് ട്രോളിലോട്ട് എടുത്ത് വെക്കുമ്പം തികയുന്നില്ല, കാരണം 2-3 കൂടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുത്തി ലാസ്റ്റ് വെച്ച്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വാട്ടൈ ഷോപ്പിൻ്റെ ഇട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.